സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികളോടുള്ള നമ്മുടെ പെരുമാറ്റ ശൈലിയിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹബന്ധം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. സ്വഭാവ രീതികളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സാവധാനം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം തിരുവചനം, 1 John chapter 3 verse 18. 1 യോഹന്നാൻ 3:18 തുറന്ന് വായിച്ചേ. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. കണ്ടോ? അതായത് നിങ്ങളിൽ സ്നേഹമുണ്ടോ? ഉണ്ടെന്ന്. എല്ലാവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ? സത്യം പറ. അല്ല, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടോ? അന്ന് വീട്ടിലുള്ളവരെന്താ പറയണേ? അപ്പൊ സ്നേഹം ഇല്ലേ? പിന്നെ എന്നാ പ്രശ്നം? അവർക്ക് മനസ്സിലാവണില്ല. അപ്പൊ നമ്മുടേത് സ്നേഹമല്ലേ? അപ്പൊ അവരുടെ ഉള്ളിലുള്ളത് വേറെ സ്നേഹമാണോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോടുള്ളൊരു ബന്ധം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് പ്രായോഗിക പരിശീലനത്തിനുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നതിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് കൈപോക്കിക്കേ. പഠിക്കുന്ന കുട്ടികൾ കുറച്ച് പേര് വന്നിട്ടുണ്ടല്ലോ. പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നവർ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. വെരി ഗുഡ്. ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അനുഭവിച്ചാലുള്ള ഗുണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ സ്നേഹം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രവൃത്തിയിൽ വെളിപ്പെടുന്നതനുസരിച്ച് നമ്മുടെ വീട്ടിൽ സമാധാനം സ്ഥാപിക്കപ്പെടും. ഇതില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്. സ്നേഹമുണ്ട്, അതവർക്ക് മനസ്സിലാവണ്ടേ. നമ്മൾ സ്നേഹിക്കുവാണ്. ഈ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ലെന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനം ഏറ്റെടുത്തോണം. തുറന്ന് വായിച്ചേ. റോമ 5:5. സെന്റ് പോൾസ് ലെറ്റർ റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5. 5-ാം അധ്യായം 5-ാം വചനം വായിച്ചോ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ ഈ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞത്. ഏത്? പരിശുദ്ധാത്മാവ്. കാരണം യഥാർത്ഥ സ്നേഹം, നമ്മൾ ഈ പറയുന്നുണ്ട് സ്നേഹിക്കുന്നു, പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോകുന്നതിന് കാരണം യഥാർത്ഥത്തിലുള്ളൊരു സ്നേഹപ്രകടനമാണോ എന്നൊരു സംശയമുണ്ടെന്ന്. പൗലോസ്ലീഹ പറയുവാണ്, നിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരിശുദ്ധ അൾത്താരിൽ നിന്ന് കിട്ടുന്ന എന്നതാണെന്നറിയാവോ? വിവാഹത്തിന്റെ അന്ന് കിട്ടുന്ന എന്താ? അവർക്ക് മാത്രം മനസ്സിലാവുന്ന സ്നേഹത്തിന്റെ ഭാഷ അവർക്ക് സമ്മാനമായിട്ട് കിട്ടും. കല്യാണം കഴിച്ചവരെ നിങ്ങൾ ഓർക്കണം, ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടിയതാ. ഇന്നിപ്പം എൻ്റെ അച്ഛ രാവിലെ ഒരു 1.5 മണിക്കൂർ യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണം. ഈ 1.5 മണിക്കൂറും പറഞ്ഞത് അതിയാനും മനസ്സിലാവണ്ടേ?
പണ്ട് നോട്ടം കൊണ്ട് മനസ്സിലാക്കിയിരുന്നു, ഇന്ന് 1.5 മണിക്കൂർ യുദ്ധം കഴിഞ്ഞിട്ടും മനസ്സിലായില്ലെന്ന്. അതെന്താ അങ്ങനെ? അതെന്നതാണാവോ അച്ഛാ, അതെന്താ അങ്ങനെ? നമ്മൾ ഓർക്കണം, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, പരിശുദ്ധാത്മാവിന് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് എളുപ്പമുണ്ടാവും. സ്നേഹബന്ധങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടാവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ശ്രദ്ധിച്ചേ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ള ഭാര്യയും ഭർത്താവുമാണോ? സ്ട്രോങ് ആയി ശക്തമായ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അത് ഒരേ സ്വഭാവമുള്ള ഭാര്യയും ഭർത്താവും എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചേ, നിങ്ങളുടെ സ്വഭാവമാണോ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്? അല്ല. നമ്മൾ ചക്ക എന്ന് പറയാം, അതിന് മാങ്ങ എന്ന് മനസ്സിലാവും. ഇത് എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവം അല്ലല്ലോ. അപ്പൊ നമ്മൾ ഓർക്കണം, ശക്തമായ ദാമ്പത്യ ബന്ധമുള്ള ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന ഒരേ സ്വഭാവമുള്ളവരല്ല, മറിച്ച് വ്യത്യസ്ത സ്വഭാവക്കാർ, പക്ഷേ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞിടയ്ക്ക് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവളെ വിളിച്ച് സംസാരിച്ച് വന്നപ്പോൾ അവൾ പറഞ്ഞ കാര്യം, അച്ഛാ എന്നെ ആരും കേൾക്കാൻ ഇല്ല അച്ഛാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ അമ്മ, നിന്റെ അപ്പൻ, നിന്റെ ചേട്ടൻ, അവരൊക്കെ അവരുടെ ജീവിതം, എന്നെ ആരും കേൾക്കാനില്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇവന് മാത്രമേ എന്നെ കേൾക്കാൻ സമയമുള്ളൂ. അവന് മാത്രം എന്നെ കേൾക്കാൻ സമയമുള്ളൂ. അച്ഛാ എന്നെ കേൾക്കാൻ അവനുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂട്ടത്തിൽ പോയത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ അപ്പൻ ഇവളെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ ഈ പെൺകുട്ടിയുടെ അപ്പനോട് ചോദിച്ചു, അപ്പൻ ഈ ഇവളെ മകളെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോന്ന്. എൻ്റെ അച്ഛ പകല് മുഴുവൻ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? മകൾക്ക് വേണ്ടി. പക്ഷെ മകള് പറയുന്നു, എന്നെ അപ്പനൊന്ന് കേൾക്കണ്ടേ, എന്നെ അമ്മ ഒന്ന് കേൾക്ക. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇവളെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടച്ചോ, അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാനല്ല വെച്ച് വിളമ്പി കൊടുക്കുന്നത്. സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെന്ന്. പക്ഷെ ഇവള് പറയുന്നു, ഇവളെ കേൾക്കുന്നില്ല, ഇവളെ കേൾക്കാൻ ആരുമില്ല. ഇതെന്താ ഇങ്ങനെ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവണം, ഈ സ്നേഹബന്ധത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നതിൽ എവിടെയോ എന്തോ ഒരാശയപ്പെശകൊണ്ടെന്ന്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയൊരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാം. ബൈബിളല്ല, വേറൊരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് ദ 5 ലവ് ലാംഗ്വേജ് എന്നാണ്. 5 സ്നേഹത്തിൻ്റെ ഭാഷകൾ, അങ്ങനെ പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഗാരി ചാപ്മാൻ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷുകാരനാണ്. അതിൻ്റെ അകത്ത് 5 തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളെ കുറിച്ചാണ് പറയണത്. ശ്രദ്ധിച്ചോ, കുടുംബത്തിൽ ഗുണം ചെയ്യും. ഇന്നിവിടുന്ന് പോകുമ്പോൾ പരിശീലിക്കാൻ പറ്റിയ കാര്യമാണ്. ഒന്നാമത്തെ ഒരു കാര്യം അവർ പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസയും പ്രോത്സാഹനത്തിൻ്റെയും വാക്കുകൾ. വലിയ കാര്യമൊന്നും വേണ്ട, വലിയ കാര്യമൊന്നും വേണ്ട. 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ ഒന്നും മേടിച്ചു കൊടുക്കണ്ട. ഒറ്റ കാര്യം, വാക്കുകൾ. സ്നേഹത്തിൻ്റെ ചില വാക്കുകൾ. വീട്ടിൽ അങ്ങനെ ഉണ്ടോ? എന്താ തലകുനിക്കുന്ന ചേച്ചി? ഇങ്ങോട്ട് നോക്കൂ. ഉറങ്ങിയതല്ലാന്ന് എനിക്കറിയാം. സ്നേഹത്തിൻ്റെ വാക്കുകൾ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുന്ന ഭാഷ നിങ്ങളുടെ മക്കളത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത്, ഞാൻ രാവിലെ മുതൽ അവൾക്ക് വേണ്ടിയല്ല കഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, അത് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് മനസ്സിലാവുന്നത് എന്താ? നിങ്ങളുടെ കൊച്ചു ഭാഷകൾ, നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ. ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുക്കൻ വീട്ടിൽ കയറുന്നില്ല, അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നു. സംസാരിച്ച് വന്നപ്പോൾ ഇവൻ പറഞ്ഞ കാര്യം, എൻ്റെ അച്ഛാ കുറേ നാളായി ഞാൻ കേൾക്കുന്നു, അമ്മയുടെ വായിൽ നിന്നൊരു വാക്ക് ഞാൻ കേട്ട് മടുത്തു. ഞാൻ ചോദിച്ചു, എന്നാ വാക്കാ? നീ ജനിച്ചതിന് ശേഷം ഈ വീട് ഗതി പിടിച്ചിട്ടില്ലടാ. ഞാൻ എൻ്റെ വീട്ടിൽ കയറുന്നില്ല അച്ഛാ. ഞാൻ എന്തിനാ വെറുതെ കയറുന്നത്? കാരണം എന്നെ എപ്പോൾ കണ്ടാലും അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുള്ളൂ. എന്നതാ? നീ ജനിച്ചതിന് ശേഷം ഈ വീട് ഗതി പിടിച്ചിട്ടില്ലെന്ന്. ഞാനാണോ കാരണം അച്ഛാ?
കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാ. ഇവൻ ആകെപ്പാടെ മൊത്തം നെഗറ്റീവായിട്ട് അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി കുത്തിയിരിക്കുക. എൻ്റെ വീട്ടിൽ ഞാൻ പോകത്തില്ല അച്ഛാ. വായിന്ന് വീഴുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിങ്ങൾ പറയുന്ന ഒരു കൊച്ചു വാക്കുമതി നിങ്ങളുടെ വീട്ടിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ. ഈ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വാക്കുകൾ കൊണ്ടുള്ള സ്നേഹപ്രകടനം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇവർ പഠിപ്പിക്കുന്നത് ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഗുണമുള്ള സമയം. വീട്ടിലൊക്കെ ഇങ്ങോട്ട് നോക്കൂ, വീട്ടിലൊക്കെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യണം. വീട്ടിൽ നമ്മളായിരിക്കുന്ന സമയത്ത് എങ്ങനെയാ ഇപ്പം സംസാരം എങ്ങനെയാ? സംസാരം മുഖത്ത് നോക്കിയിട്ടാണോ? എവിടെ? മറ്റത് കുത്തിക്കൊണ്ടല്ലോ. പറ കേൾക്കണുണ്ടല്ലോ, പറ കേൾക്കണുണ്ടെന്ന് പറ. ഇവിടെ കുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ. വീട്ടിലെ ചെയ്യേണ്ട കാര്യം പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ആ സാധനം എടുത്ത് മാറ്റി വയ്ക്കുക. മൊബൈലും കുത്തിക്കൊണ്ട് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. നിങ്ങളെ അവരെ അവഗണിക്കുന്ന പോലെയല്ലേ? അവഗണിക്കരുത്. ഒരാൾക്ക് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് മാറ്റി വയ്ക്കണം. വീട്ടിൽ കുടുംബ പ്രാർത്ഥന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ ചിലർ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന അവിടെ ഒരു സ്റ്റാൻഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവത്തെ നോക്കിക്കൊണ്ടാണ് ഇത് മുഴുവൻ വെട്ടി വിഴുങ്ങുന്നത്. നിങ്ങൾ സംസാരിക്കൂ, സമയം കൊടുക്കൂ. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഗുണം. വേറെ ഒന്നും ചെയ്യേണ്ടെന്ന്, വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്ന്. അടുത്തിരിക്ക്, സമയം കൊടുക്കൂ. സമയം പ്രധാനപ്പെട്ടതാണ്. സമയം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയുടെ സങ്കടമിങ്ങാണ്. അച്ഛാ 12 മണിയാകുമ്പോൾ കയറി വരും. ഏത് 12 മണി? ഉച്ചയ്ക്കല്ല, രാത്രി. ഈ 12 മണി വരെ അച്ഛാ തൊട്ടപ്പുറത്ത് കുടുംബത്തിൽ ഞങ്ങളുടെ തറവാട് കുടുംബമാണ്. ആ തറവാടിൻ്റെ അവിടെ പോയി കുത്തിയിരിക്കും. എന്നിട്ട് അവരോടുള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ കുടുംബനാഥൻ കയറി വരും. മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഞാനിങ്ങനെ കാത്തിരിക്കും. അപ്പോൾ പറയും തറവാട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു, ഇവിടുന്ന് ഒന്നും വേണ്ട, പിന്നെ വന്ന് കിടന്നുറങ്ങും. ഇതെന്തൊരു ജീവിതം വെച്ചാ? അയാളെൻ്റെ ഭർത്താവല്ലേ? ഈ മക്കളുടെ കുടുംബനാഥനല്ലേ? ഇവിടെ ഒന്ന് ഇച്ചിരി വർത്താനം പറഞ്ഞുകൂടെ? ഈ തറവാട്ടിൽ തന്നെ കുത്തിയിരുന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരാൻ മേലെ? ജോലി കഴിഞ്ഞാൽ 12 മണി വരെ അവിടെ ഇരിക്കുമെന്ന്. ഈ മക്കളെ കാണുന്നുണ്ടോ? ഭാര്യനെ കാണുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പരസ്പരം സംസാരിക്കാൻ ക്വാളിറ്റി ടൈം പരസ്പരം കൈമാറണം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യം റിസീവിങ് ഗിഫ്റ്റ്, സമ്മാനങ്ങൾ കൈമാറണം. സമ്മാനങ്ങൾ. ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ വണ്ടിക്കൂലി കഷ്ടപ്പെട്ട ഇവിടം വരെ വന്നത്, ഇനിയിപ്പോൾ ഈ സമ്മാനം. ഈ വിലയുള്ള സമ്മാനമൊന്നുമല്ല, കുഞ്ഞു സമ്മാനങ്ങൾ, കുഞ്ഞു സമ്മാനങ്ങൾ. കുടുംബത്തിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. കുഞ്ഞു സമ്മാനങ്ങൾ. ഇപ്പോൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ മറ്റുള്ളവർക്ക് കൊച്ചു കാര്യങ്ങൾ, അതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാലാമതായിട്ട് ആ പുസ്തകത്തിൽ പറയുന്ന ആക്ട് ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. ചേട്ടന്മാരെ, വീട്ടിൽ ചെല്ലുമ്പോൾ അടുക്കളയിലോട്ടൊന്ന് ചെല്ലണം. കയറാറുണ്ടോ? അതോ ഇവിടെ വന്നില്ലേ, ആയില്ലേ, എവിടെയാണ്? ആ ഭാഷ മാറ്റിയിട്ടേ ഒന്ന് അടുക്കളയിലോട്ടൊക്കെ ചെല്ലാം. ആ അടുക്കളയിലൊക്കെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് പോയി കാണൂ. എന്നിട്ട് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ പാത്രമൊക്കെ കഴുകാൻ സഹായിക്കൂ. എന്തൊരു സന്തോഷമായിരിക്കുന്നു. കൊച്ചു പ്രവർത്തികൾ ആക്ട് ഓഫ് സർവീസ്. ഇത് ഭർത്താക്കന്മാരോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കുഞ്ഞു കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല, പ്രവർത്തികൾ, ചില കാര്യങ്ങൾ, ഒരു സഹായം മതി, അവരുടെ ഉള്ളിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അഞ്ചാമതായിട്ട് പറയുന്നൊരു കാര്യം ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യതയോടുകൂടെ ആ വ്യക്തിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ മാന്യമായിട്ടുള്ളൊരു സ്പർശനം. മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ടോ? അതെങ്ങനെയാ അച്ഛാ? അതിന് കാണണ്ടേ, കണ്ടിട്ട് വേണ്ട കെട്ടിപ്പിടിക്കാൻ. അത് രാത്രിയിൽ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം? കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛാ അവൻ്റെ പൊക്കം കാണണം, അവൻ്റെ മീശ കാണണം, വലിയ മനുഷ്യനായ അച്ഛാ, എനിക്ക് പേടിയാ അച്ഛാ, അവൻ്റെ ചില വായിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കും. സ്വന്തം മക്കളെ മാതാപിതാക്കൾ കെട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും നിങ്ങൾ മനസ്സ് കാണിച്ചാൽ മക്കൾ വീട്ടിലുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. മക്കളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മക്കളെ മാതാപിതാക്കളെ ചേർന്നിരിക്കാനായിട്ട്. പണ്ടൊക്കെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് സ്തുതി ചൊല്ലി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഉമ്മ കൊടുക്കുമായിരുന്നു.
നിങ്ങൾ ചിന്തിക്കൂ മക്കളെ, എത്ര നാളായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട്, നാട്ടുകാർക്കല്ലെന്ന്, വീട്ടിലെ സ്വന്തം മാതാപിതാക്കൾക്ക്. അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്തുള്ളവർക്കും കൊടുക്കാൻ വലിയ ഉത്സാഹമാണല്ലോ. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കൾക്ക്, ഇത് മാതാപിതാക്കൾ നേരെ തിരിച്ചും, ഇത് കൊടുത്ത് വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഉറപ്പിച്ചോണം നാട്ടുകാർ റെഡി ആയിട്ടിരിക്കുക ഇതാ കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സ്നേഹം പ്രായോഗിക തലത്തിൽ പ്രായോഗികമായി പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹം, പന്തക്കുസ്ത അനുഭവം എന്നൊക്കെ പറയണത് എൻ്റെ വീട്ടിൽ എൻ്റെ സ്വഭാവ രീതികളിൽ ഞാൻ അനുഭവിക്കണം. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിലർക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, സാരയില്ല. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചോ. എന്നിട്ട് സ്വയം ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഈ സ്നേഹം ഞാൻ എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? എൻ്റെ വീട്ടിൽ ഞാൻ മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അതോ എൻ്റെ കാര്യം മാത്രം, ഞാനും എൻ്റെ കാര്യം, ഞാൻ ഈ മൊബൈലിൽ കുത്തി എൻ്റെ ജീവിതം ആണോ? അതോ എൻ്റെ വീട്ടിൽ മറ്റുള്ളവരെ കേൾക്കാൻ ഞാൻ മനസ്സ് കാണിക്കാറുണ്ടോ? ക്വാളിറ്റി ടൈം മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനമെങ്കിലൊക്കെ കൊടുത്ത് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ് നീ ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരോട് നീ ചേർന്നിരിക്കാൻ, കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ നീ മനസ്സ് കാണിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ചെയ്യേണ്ട ചില പ്രായോഗിക രീതികളെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, 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 അത്ഭുതകരമായ ഒരു ദൈവകൃപ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുവാൻ കൃപയുണ്ടാവണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ വീട്ടിൽ ഇന്ന് അനുഭവപ്പെടുന്ന എല്ലാ അസ്വസ്ഥതകളെയും ഈ പരിശുദ്ധ അൾത്താരിലേക്ക് ചേർത്ത് വയ്ക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കാലങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിലുള്ള തിന്മയുടെ എല്ലാ കെട്ടുകളും അഴിക്കണം. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ സകല പീഡകളും കർത്താവെ അഴിക്കണം. കുടുംബത്തിൽ പരസ്പരമുള്ള വഴക്കുകളും അസ്വസ്ഥതകളും തർക്കങ്ങളും പരിശുദ്ധാത്മാവെ ഇന്നത്തെ ശുശ്രൂഷ ദിനത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ട് പരിശുദ്ധാത്മാവ് വലിയൊരു വിടുതൽ നൽകണം, ആഗ്രഹിക്കണം. കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. നെറ്റിയിൽ ഒരിക്കൽ കൂടെ കുരിശടയാളം വരയ്ക്കുക, ഈശോയ്ക്ക് നന്ദി പറയുക, തുടർന്ന് മുട്ടുകുത്തുക. പരിശുദ്ധ അൾത്താരയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഈശോയെ, ഈ ആരാധന സമയം അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ, ആഗ്രഹിക്കണം. കൈകൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടാം. അബ്രഹാമിൻ മാഭനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. അലറുന്ന സാമ്രാണി ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന.
കരങ്ങൾ വീശി ആരാധന ആരാധന. ചേർന്ന് പാടിക്കേ. ഓ പരിശുദ്ധാത്മാവേ, ഓ ദൈവശക്തിയെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സമ്മാനമായി നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.